സാങ്കല്പികമായ ചോദ്യമാണ്. സുധാകരൻ ജയിക്കുന്നു, UDF മന്ത്രിസഭ ഉണ്ടാകുന്നു, സുധാകരൻ മന്ത്രിയാവൂ? അല്ലാതെ ഇതെല്ലാം നിങ്ങൾ സാങ്കല്പിക ചോദ്യം ഇപ്പോഴേ എന്താണ് നമുക്ക് ചോദിക്കുന്നത്? ആദ്യം നോമിനേഷൻ കൊടുക്കണം, ജനങ്ങൾ തിരഞ്ഞെടുക്കണം, ഗവൺമെന്റ് ഉണ്ടാകണം. അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. സമയം ഇഷ്ടംപോലെ നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം തിളച്ചു നിൽക്കുകയാണ്, ഒരു സംശയവുമില്ല. അതിനോടൊപ്പം UDF മുന്നോട്ട് വെക്കുന്ന ഒരു പോസിറ്റീവ് അജണ്ടയാണ്, ഒരു പുതിയ കേരളത്തിന്റെ നിർമ്മിതിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 വർഷത്തെ ഭരണം കൊണ്ട് ജനം മടുത്തിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ജനങ്ങളിപ്പം TV ഓഫ് ചെയ്യുകയാണ്. അതാണ് സ്ഥിതി, മടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ മടുപ്പ് തീർച്ചയായും UDF ഗുണമുണ്ടാകും. പറഞ്ഞ ഒരു കാര്യവും പാലിക്കാതെ, ഒരു പുരോഗതിയും കേരളത്തിനുണ്ടാകാതെ ഈ കേരളത്തെ നശിപ്പിച്ച ഈ ദുർഭരണം അവസാനിക്കണം. ഒരു പുതിയ കാലഘട്ടം ഇവിടെ ഉണ്ടാകണം, പുതിയൊരു ഗവൺമെന്റ് ഉണ്ടാകണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ഈ നഷ്ടത്തിലോടുന്ന KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് പൂർണ്ണ സൗജന്യ യാത്ര എന്ന് പറഞ്ഞതൊക്കെ ഞങ്ങളുടെ അഞ്ച് ഗ്യാരണ്ടി ഞങ്ങൾ നടപ്പാക്കും. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ 5 നടപ്പാക്കും. KSRTC നഷ്ടത്തിലാണെന്നറിയാം. അത് കർണാടകത്തിലും തെലങ്കാനയിലും നഷ്ടത്തിലായിരുന്നു. പക്ഷേ അതിന് ഈ ഗ്യാരണ്ടി നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കുട്ടികൾക്ക് 1000 രൂപ, പെൺകുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ നൽകും. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ആരംഭിക്കുന്ന ഇൻഷുറൻസ് പദ്ധതി, കേരളത്തിലെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി, അത് നടപ്പാക്കും. അതുപോലെ തന്നെ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിച്ചു. അത് നടത്താനുള്ള സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കും. പാഴ്ചെലവുകൾ ഇല്ലാതാക്കിയാൽ തന്നെ വലിയ ട്രഷറി പണം ഉണ്ടാകും. അനാവശ്യമായ ചെലവുകൾ ഈ ഗവൺമെന്റാണ് ഏറ്റവും കൂടുതൽ വരുത്തിവെച്ചത്. ഏറ്റവും കൂടുതൽ 1 കോടി ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരം ഒഴിയുമ്പോൾ നമ്മുടെ പൊതുക്കടം 1.5 ലക്ഷം കോടിയായിരുന്നു. ഇപ്പൊ 6.5 ലക്ഷം കോടിയാണ് പൊതുക്കടം. ഇതാരാണ് ഉണ്ടാക്കി വെച്ചത്? ഈ ഗവൺമെന്റ് ലക്കും ലഗാനുമില്ലാതെ കടം വാങ്ങി കേരളത്തെ മുടിച്ച ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെതിരെയുള്ള ജനവികാരം ശക്തമാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളും ഞങ്ങൾ നടപ്പാക്കും. പറഞ്ഞിട്ടുണ്ട് ഈ മന്ത്രിമാർക്കെതിരായിട്ടുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുണ്ട്. അതേ മന്ത്രിമാരിൽ പലരും ഇപ്പോൾ ജനപ്രതിനിധികളായിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ സ്വാഭാവികമായി ഈ അഴിമതി ആരോപണങ്ങളിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് വരട്ടെ, സമയമുണ്ടല്ലോ. അതൊക്കെ നമ്മൾ വെറുതെ വിടത്തൊന്നുമില്ല. അഴിമതി കാണിച്ച ആളുകളെ എങ്ങനെ വെറുതെ വിടാൻ കഴിയും? അഴിമതി കാണിച്ച ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് സ്വാഭാവിക നടപടിയല്ലേ. ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ഈ ഗവൺമെന്റ് വന്ന ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഇവർ വേണ്ടാന്ന് വെച്ചു. ഈ നാട് അതിന് 25 ഏക്കർ സ്ഥലം എടുത്ത് ഇട്ടിട്ടുണ്ട്. 10 വർഷമായിട്ട് പുല്ല് കിളിച്ച് നടക്കുകയാണ്. അതിനൊരു കോമ്പൗണ്ട് വാൾ വെക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആരോഗ്യമന്ത്രി ശ്രദ്ധിച്ചില്ല. നാട്ടുകാർ കയറി അവിടെ മുഴുവൻ തേങ്ങ ഇട്ടുകൊണ്ട് പോവുക, ആളുകൾ മരം വെട്ടിക്കൊണ്ട് പോവുക. ഞാൻ എത്ര തവണയാണ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത്, നിയമസഭയിൽ തന്നെ ആവശ്യപ്പെട്ടതാണ്. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ എന്റെ കഴുത്തി ഞെരിച്ചു കൊന്നു. UDF ഗവൺമെന്റ് വന്നാൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ധാരാളം സ്ഥാപനങ്ങൾ ഇവിടെ കൊണ്ടുവരും. നല്ല ബന്ധമാണ്, പക്ഷെ പാർട്ടിയുമായി വലിയ അകൽച്ചയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ്. വെള്ളാപ്പള്ളിയുമായി എന്തെങ്കിലും സംസാരം ഉണ്ടാവുമോ? വെള്ളാപ്പള്ളി എപ്പോഴും സംസാരിക്കുന്നുണ്ടല്ലോ. അല്ല, പാർട്ടിയുമായി അകൽച്ചയിലാണ്. എപ്പോഴും അല്ലെ, ഞാൻ ഏതായാലും അവരോട് ആരോടും ഒരു വഴക്കിനും പോകുന്ന ഒരാളല്ല. എന്റെ ശൈലി എല്ലാവരുമായി യോജിച്ചു പോകാനുള്ളതാണ്. അത് വെള്ളാപ്പള്ളി നടേശനാണെങ്കിലും NSS ജനറൽ സെക്രട്ടറി ആണെങ്കിലും മുസ്ലിം മതപണ്ഡിതന്മാരാണെങ്കിലും ക്രൈസ്തവ മേലധ്യക്ഷന്മാരാണെങ്കിലും ചെറുതും വലുതുമായ എല്ലാ സംഘടനകളുമായി നല്ല ബന്ധത്തിലാണ്. അതെന്നും അങ്ങനെ തന്നെയാണ്. അതെന്നും തുടരും. അതുപോലെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആരെയും നമ്മൾ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതെന്റെ വ്യക്തിപരമാകാം. ആ നിലയിൽ തന്നെയാണ് എപ്പോഴും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്.